ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയ ഫോൺസ് നോക്കുവാണെങ്കിൽ കോമ്പാക്റ്റ് ആയ ഫോൺസ് വളരെ കുറവാണ്. പക്ഷേ ആപ്പിൾ 2020 ഇറക്കിയ 2 ഫോൺസ് ചെറിയ ഫോൺസാണ്. അതായത് നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ചെറിയ ഫോൺസ് തന്നെയാണ്. അതിനകത്ത് ആദ്യം വന്നത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ ഐഫോൺ SE 2020 ആണ്. പിന്നെ വന്നതാണ് ഐഫോൺ 12 മിനി. അത് ഈ 2 ഫോൺ തമ്മിൽ കമ്പയർ ചെയ്യാൻ നേരത്ത് എല്ലാ അർത്ഥത്തിലും മികച്ച ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 12 മിനി തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് പ്രൈസ് വ്യത്യാസം നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇതിനകത്ത് ഏതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയ ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വാല്യൂ ഫോർ മണി ഓപ്ഷൻ ഏതാണെന്നുള്ളതിനകത്ത് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അതിനു വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ 2 ഫോൺസിൻ്റെ പ്രൈസ് ഒന്ന് നോക്കാം. അപ്പോൾ പ്രൈസ് എടുക്കാൻ നേരത്ത് ഐഫോൺ 12 മിനി എന്ന് പറയുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിന് 64 GB സ്റ്റോറേജേ ഉള്ളൂ. അതിൻ്റെ പ്രൈസിങ് 70,000 റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിനും 64 GB സ്റ്റോറേജ് ഓപ്ഷനേ ഉള്ളൂ. അതിൻ്റെ പ്രൈസിങ് 40,000 ആണ്. അപ്പോൾ തന്നെ 30,000 പ്രൈസ് ഗ്യാപ്പ് എന്ന് കൂടെ കാണാൻ പറ്റും. ഇനിയുള്ള ബാക്കിയുള്ള വേരിയൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരേ കണക്കത്തെ സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ്. അതും ഈ ഒരു 30,000 പ്രൈസ് വ്യത്യാസം തന്നെയാണ് ബാക്കിയുള്ള വേരിയൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളുടെ പ്രൈസിങ് കണ്ട സ്ഥിതിക്ക് അപ്പോൾ ഇതിനകത്ത് ചിലവർക്ക് ഇപ്പം ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ്റെ ഒരു പ്രൈസിങ് മാത്രം ഒരു ചെറിയ ഫോണിൽ ചിലവാക്കാൻ താല്പര്യമുള്ളെങ്കിൽ അവരെന്തായാലും ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ ആയിരിക്കും നോക്കുന്നത്. പക്ഷേ അതല്ല, മറ്റ് ചിലർക്ക് ചിലപ്പം ഏറ്റവും ബെസ്റ്റ് സ്പെസിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു ചെറിയ ഫോൺ വേണമെന്നായിരിക്കും. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് അവർക്കൊരു സംശയം കാണും, ഐഫോൺ 12 മിനിയിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കാം. അതായത് ഈ 2 ഫോണിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും നോക്കാം. ഇപ്പോൾ ഡിസൈൻ എടുക്കാൻ നേരത്ത് ഈ 2 ഫോണിൻ്റെ ഡിസൈനകത്ത് ഒരുപാട് വലിയ വ്യത്യാസമുണ്ട്. അതായത് നമുക്കിതിനകത്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ആണെങ്കിലും, അതായത് നമുക്ക് ബാൻഡ് എന്ന് പറയുന്നത് സൈഡ് റെയിൽ എന്ന് പറയുന്നത് അലുമിനിയം ആണ്, പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് വരുന്നത്. അപ്പോൾ അത് 2 ഫോണിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഡിസൈൻ രീതി നോക്കാൻ നേരത്ത് ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് ഇവിടുത്തെ ഐഫോൺ SEൻ്റെ സൈഡ് നോക്കാൻ നേരത്ത് അത് കർവ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഐഫോൺ 12 മിനിക്കകത്ത് അത് ഫ്ലാറ്റ് ആയിട്ട് വന്നേക്കുവാണ്. അത് മാത്രമല്ല ഇവിടെ ഗ്ലാസിൻ്റെ കാര്യത്തിനകത്ത് തന്നെ ഐഫോൺ 12 മിനിയിൽ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് സെറാമിക് ഷീൽഡാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഗ്ലാസ് ആണ്. ഡ്രോപ്പ് പ്രൊട്ടക്ഷനകത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഗ്ലാസ് ആണ് ഈ 12 മിനി വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വേറെ കാര്യം നമുക്ക് കാണാൻ പറ്റും. അതായത് ഫ്രണ്ടിൽ നോക്കാൻ നേരത്ത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷന് പഴയ ഡിസൈനാണ്. അതായത് നമ്മുടെ ഐഫോൺ 6ഉം 6s അല്ലെങ്കിൽ 8 ഒക്കെ അങ്ങനത്തെ രീതിയിലുള്ള ഡിസൈനാണ്. അത് വലിയ ബെസൽസും ഹോം ബട്ടനും ഒക്കെ വരുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ നല്ല ചെറുതാണ്. പക്ഷേ ഐഫോൺ 12 മിനി എടുക്കാൻ നേരത്ത് ഈ ഐഫോൺ 12 മിനി എന്ന് പറയുന്നത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷനെക്കാട്ടിയും ചെറിയൊരു ഫോണാണ് എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും. അതായത് വീതി ഒഴിച്ച് ബാക്കി എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും ചെറിയൊരു ഫോൺ തന്നെയാണ്. പക്ഷേ നമുക്ക് എന്നാലും വലിയൊരു ഡിസ്പ്ലേ ആണ് ഇവിടെ കിട്ടുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നേക്കുന്ന ഡിസ്പ്ലേ ഇപ്പോഴത്തെ പുതിയ ഐഫോൺസിൻ്റെ രീതിയിലുള്ള ഡിസ്പ്ലേ ആണ്. നോച്ചൊക്കെ വന്ന് ഫേസ് ഐഡി വരുന്ന ഡിസ്പ്ലേ ആണ്. അതായത് ബെസൽസ് ഒട്ടുമില്ല. പിന്നെ അത് മാത്രമല്ല ഈ ഡിസ്പ്ലേക്കകത്ത് തന്നെ വേറെ കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമുക്ക് സൈഡ് ബെസൽ എടുത്താൽ പോലും അത് നമ്മുടെ ഐഫോൺ SEയെക്കാട്ടിയും ചെറിയ സൈഡ് ബെസൽസ് ആണ്. പിന്നെ നമ്മൾ ബട്ടൺസും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഈ 2 ഫോണിനകത്തും ഒരേ കണക്കാണ് ബട്ടൺസിൻ്റെ രീതി വന്നേക്കുന്നത്. അതായത് നമുക്ക് റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡ് വോളിയം ബട്ടൺസ്, പിന്നെ മ്യൂട്ട് അൺമ്യൂട്ട് സ്ലൈഡറും വരും. പക്ഷേ ഇവിടെ ബട്ടൺസിനകത്ത് തന്നെ നമ്മുടെ ഐഫോൺ 12 മിനിക്കകത്ത് കുറച്ചുകൂടെ വലിയ ബട്ടൺസ് ആണ് വരുന്നത്. പക്ഷേ രണ്ടിൻ്റെയും ഫീഡ്ബാക്ക് ഏതാണ്ട് ഒരേ കണക്കാണ്. അതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റിക്കകത്തൊന്നും പ്രശ്നമില്ല. പിന്നെ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് പോലും ഈ 2 ഫോണിനും ഒരേ കണക്കത്തെ ബിൽഡ് ക്വാളിറ്റി കണക്കാണ് നമുക്ക് കൈ തോന്നുന്നത്. പക്ഷേ നമുക്ക് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ എടുക്കാൻ നേരത്ത് അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കയ്യിൽ കുറച്ചും കൂടി ഒതുങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും. കാരണം ഈ ഫോണിന് കനം ചെറുതായിട്ടൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഐഫോൺ 12 മിനി ആയിട്ട്. പക്ഷേ ഇങ്ങനെ കർവ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് കനം കുറഞ്ഞൊരു ഫോണായിട്ട് തോന്നും ഈ ഐഫോൺ SE സെക്കൻഡ് ജനറേഷന്. പക്ഷേ നമുക്ക് കയ്യിൽ നിന്ന് തെന്നിപ്പോകുന്നില്ല. ഇപ്പോൾ കർവ്ഡ് സൈഡ് വരാൻ നേരത്ത് കയ്യിൽ നിന്ന് തെന്നിപ്പോകുന്നൊക്കെ ഒരു പേടിയുണ്ടെങ്കിൽ ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ അങ്ങനെ കയ്യിൽ നിന്ന് തെന്നിപ്പോകുന്ന ഒരു ഫോണൊന്നുമല്ല. കാരണം കൊച്ചൊരു ഫോണായതുകൊണ്ട്. പിന്നെ ഐഫോൺ 12 മിനിക്കകത്ത് കുറച്ചും കൂടെ ഗ്രിപ്പ് ഉണ്ട്. കാരണം ഫ്ലാറ്റ് ആയിട്ടുള്ള സൈഡ് എഡ്ജ് വരുന്നുണ്ട്. ഇവിടെ ഡിസൈനകത്ത് എനിക്ക് 2 ഫോണിനകത്തും ഇഷ്ടപ്പെട്ട ഡിസൈൻ എന്ന് പറയുന്നത് ഐഫോൺ 12 മിനിൻ്റെ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ഐഫോൺ 5s ഒക്കെ രീതിയിലുള്ളൊരു ഡിസൈനാണ്. പക്ഷേ നമ്മൾ ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ കണ്ടു പഴകിയ ഒരു ഡിസൈനാണ്. അതായത് നമ്മൾ ഐഫോൺ 6 തൊട്ട് വന്നിരുന്ന ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 2 ഡിസൈൻ നോക്കാൻ നേരത്ത്, പ്രത്യേകിച്ച് നമ്മൾ ബാക്കിൽ നോക്കാൻ നേരത്ത് തന്നെ നമുക്ക് ബാക്കിൽ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഗ്ലാസ് എന്ന് പറയുന്നത് ഗ്ലോസ് ഫിനിഷാണ് വന്നേക്കുന്നതെങ്കിലും നമ്മുടെ ഐഫോൺ 12 മിനിക്കകത്ത് 2 ക്യാമറ വരുന്നുണ്ട്. അതും ആ ക്യാമറ പോർഷൻ എന്ന് പറയുന്നത് ആദ്യം ഇറങ്ങിയപ്പോൾ, അതായത് നമുക്ക് ഐഫോൺ 11 ഇങ്ങനത്തെ ഒരു ഡിസൈൻ വന്നപ്പോൾ ഒരു മോശമായിട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ ഇത് കാണുമ്പം ഇതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ ഐഫോൺ 12 മിനിയുടെ ഡിസൈനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് പക്ഷേ ഒരു ബാക്ക് ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് റീൽ ഫ്ലാറ്റ് ആയിട്ട് വന്നേക്കുന്നതുകൊണ്ടല്ല, നമ്മൾ ഫ്രണ്ട് എടുക്കാൻ നേരത്തെ തന്നെ ഫ്രണ്ടിൽ ബെസൽ ഇല്ലാത്ത ഒരു മോഡേൺ ഡിസൈൻ പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് 12 മിനിയുടെ ഡിസൈനാണ്. പക്ഷേ നമ്മുടെ ഐഫോൺ SE സെക്കൻഡ് ജനറേഷന് ഇവിടെ ഒരു പ്രത്യേകത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോം ബട്ടൺ ഉള്ളതുകൊണ്ട് നമുക്ക് ടച്ച് ID കിട്ടുന്നുണ്ട്. അത് ടച്ച് ID ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനകത്ത് വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അൺലോക്കിംഗ് മെത്തേഡ്. നല്ല ഫാസ്റ്റാണ്, നല്ല ആക്യുറേറ്റ് ആണ്, ഒരു എറേഴ്സും വരത്തില്ല. നമ്മൾ ഫേസ് ID എടുക്കാൻ നേരത്ത് മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല ഫേസ് IDയെക്കാട്ടിയും ഫാസ്റ്റ് ആവണം എന്ന് പറയുന്നത് ടച്ച് ID തന്നെയാണ്. അപ്പോൾ അൺലോക്കിംഗ് മെത്തേഡിനകത്ത് ഈ പ്രൈസ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ഐഫോൺ SE സെക്കൻഡ് ജനറേഷനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ പോർട്ടിൻ്റെ കാര്യം പറഞ്ഞില്ല, നമുക്ക് ഈ 2 ഫോണിനകത്തും ഹെഡ്ഫോൺ ജാക്കൊന്നും ഇല്ല. അതിന് പകരം ലൈറ്റ്നിങ് പോർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ സ്പീക്കർ ഗ്രിൽസ് ഉണ്ട്. സ്പീക്കർ ഗ്രിൽ നോക്കാൻ നേരത്ത്
ഈ അടിയിൽ കാണുന്നതാണ് സ്പീക്കർ, അതായത് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സ്പീക്കർ. പിന്നെ നമ്മുടെ ഇയർ പീസും സ്പീക്കറാണ്. അത് ഈ രണ്ട് ഫോണിൻ്റെയും സ്പീക്കർ ഔട്ട്പുട്ട് നോക്കാൻ നേരത്ത് രണ്ടിൻ്റെയും സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരേ കണക്കാണ് വന്നേക്കുന്നത്. പക്ഷേ ക്വാളിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് iPhone 12 മിനിക്കകത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ കാര്യം. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ എന്തായാലും മികച്ച് നിൽക്കുന്ന ഫോൺ എന്ന് പറയുന്നത് iPhone 12 മിനിയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു 30,000 രൂപയുടെ വ്യത്യാസത്തിനുള്ളൊരു മികവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ അങ്ങനത്തെ ഒരു മികവ് കിട്ടുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലാണ്. കാരണം ഡിസ്പ്ലേ എടുക്കാൻ നേരത്ത് iPhone 12 മിനിയുടെ ഡിസ്പ്ലേ iPhone SE സെക്കൻഡ് ജനറേഷനെക്കാട്ടിയും വലിയ ഡിസ്പ്ലേ ആയത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത, അത് കൂടാതെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ ടെക്നോളജി പോലും ഏറ്റവും ബെസ്റ്റാണ്. അതായത് iPhone 12 മിനി വന്നേക്കുന്ന ഡിസ്പ്ലേ ടെക്നോളജി. iPhone 12 മിനിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 5.4 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ്. അത് ഇതൊരു HDR സപ്പോർട്ട് കിട്ടുന്ന ഡിസ്പ്ലേ ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 1080p ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി 476 ppi ആണ്. അപ്പോൾ വളരെ ഷാർപ്പായ ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടെ ആപ്പിളിൻ്റെ എല്ലാ ടെക്നോളജിയും കിട്ടുന്നുണ്ട്. ഹാപ്റ്റിക് ടച്ചും പിന്നെ ട്രൂ ടോൺ ഡിസ്പ്ലേ അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നമ്മൾ ബ്രൈറ്റ്നസ് എടുക്കുകയാണെങ്കിൽ പീക്ക് ബ്രൈറ്റ്നസ് എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് HDR കണ്ടന്റ് കാണാൻ നേരത്ത് 1200 nits വരെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ നോർമൽ കണ്ടന്റ് ആണ് കാണുന്നതെങ്കിൽ 625 nits ഉള്ളൂ. അപ്പോൾ അത് തന്നെയാണ് iPhone SE സെക്കൻഡ് ജനറേഷൻ ഡിസ്പ്ലേയിൽ വരുന്നത്. പക്ഷേ നമ്മുടെ ഈ iPhone SE സെക്കൻഡ് ജനറേഷൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 4.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പിന്നെ അത് മാത്രമല്ല ഇതൊരു IPS LCD ഡിസ്പ്ലേ ആണ്. പിന്നെ ഇവിടുത്തെ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 1080p അല്ല, അതിന് വരെ 720pനെക്കാട്ടിയും കുറച്ചും കൂടെ കൂടുതലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 326 ppi ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ട്രൂ ടോൺ സപ്പോർട്ടും ഹാപ്റ്റിക് ടച്ചും കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ നമ്മൾ ഈ രണ്ട് ഡിസ്പ്ലേയും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതൊരു സംശയമില്ല, ഏറ്റവും ബെസ്റ്റ് പാനൽ എന്ന് പറയുന്നത് iPhone 12 മിനിയിലുള്ള തന്നെയാണ്. ബെറ്റർ ആയിട്ടുള്ള വ്യൂയിങ് ആംഗിൾസ് ആണ്. അത് കൂടാതെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ബ്രൈറ്റ്നസ് ലെവലിനകത്ത് തന്നെ ആ ഒരു വ്യത്യാസം കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഷാർപ്പായിട്ടുള്ള കളേഴ്സും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ iPhone 12 മിനിക്കകത്ത്. കണ്ടന്റ് കാണുമ്പോൾ പോലും നമുക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. കാരണം നമുക്ക് ഈ iPhone SEക്കകത്ത് നല്ല ചെറിയൊരു ഡിസ്പ്ലേ ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ വലിയ ഡിസ്പ്ലേ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് നല്ലോണം മനസ്സിലാവുകയും ചെയ്യും. അതായത് നമുക്ക് ഗെയിം കളിക്കുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ട് SEക്കകത്ത് കൂടുതലാണ് നമ്മൾ iPhone 12 മിനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതിൻ്റെ അർത്ഥം iPhone 12 മിനിക്കകത്ത് ഏറ്റവും ബെസ്റ്റ് എന്നല്ല, പക്ഷേ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസും ഏറ്റവും ബെറ്റർ ക്വാളിറ്റിയും വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് iPhone 12 മിനിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേക്കകത്ത് ഒരു സംശയം വേണ്ട, ഈ പ്രൈസ് വ്യത്യാസത്തിനുള്ള ഏതാണ്ട് ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ആപ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ കണക്ക് തന്നെ ചെയ്ത അടുത്തൊരു സ്ഥലമുണ്ട്, അതെന്ന് പറയുന്ന ക്യാമറയാണ്. കാരണം നമ്മൾ ബാക്കിൽ ആദ്യം തന്നെ കണ്ടായിരുന്നു, നമുക്ക് നോക്കാൻ നേരത്തെ തന്നെ അറിയാൻ പറ്റും ഇവിടെ iPhone SE സെക്കൻഡ് ജനറേഷനകത്ത് ഒരൊറ്റ ക്യാമറ വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് iPhone 12 മിനിക്കകത്ത് രണ്ട് ക്യാമറ വരുന്നുണ്ട്. അത് നമ്മുടെ iPhone 12 മിനിൻ്റെ ഈ ക്യാമറ എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ക്യാമറയാണ്. അത് നമ്മുടെ ഹാർഡ്വെയറും ബെറ്ററാണ്. അത് കൂടാതെ തന്നെ ഇവിടുത്തെ പെർഫോമൻസ് സോഫ്റ്റ്വെയർ പെർഫോമൻസും ബെറ്റർ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഈ ബാക്കിൽ നോക്കാൻ നേരത്തെ ഈ iPhone 12 മിനിയിൽ വരുന്നത് രണ്ടും 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിനകത്ത് ഒന്ന് വൈഡ് ആംഗിൾ ക്യാമറയും മറ്റേത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. പക്ഷേ നമ്മൾ iPhone SE സെക്കൻഡ് ജനറേഷനിൽ നോക്കാൻ നേരത്തെ നമുക്ക് ബാക്കിൽ ഒരു ക്യാമറ ഉള്ളതെന്ന് പറഞ്ഞായിരുന്നു. അതൊരു 12 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അത് ഇതിനകത്ത് ആപ്പച്ചറിനകത്ത് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് സ്മാർട്ട് HDR 3 ആണ് iPhone 12 മിനിക്കകത്ത് വരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഈ രണ്ട് ക്യാമറയ്ക്കകത്തും iPhone 12 മിനിയുടെ ഈ രണ്ട് ക്യാമറയ്ക്കകത്തും നൈറ്റ് മോഡ് സപ്പോർട്ടും ഡീപ് ഫ്യൂഷൻ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ iPhone SE സെക്കൻഡ് ജനറേഷനകത്ത് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലൈറ്റ് കുറഞ്ഞൊരു സിറ്റുവേഷനിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, iPhone 12 മിനിക്കകത്ത് വരുന്ന ഫോട്ടോസാണ് ഏറ്റവും ബെസ്റ്റ് ഫോട്ടോസ് എന്ന് പറയുന്നത്. iPhone SEൻ്റെ ഫോട്ടോ അതായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. പിന്നെ നല്ല ലൈറ്റിംഗ് ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് അന്നേരം എടുക്കുന്ന ഫോട്ടോസിനകത്ത് iPhone 12 മിനിക്കകത്തും iPhone SE നോക്കാൻ നേരത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും അവിടെയും മികച്ച് നിൽക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് 12 മിനിൻ്റെ തന്നെയാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് 12 മിനിൻ്റെ ഫോട്ടോസാണ്. പക്ഷേ നമുക്കിവിടെ പോർട്രേറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ രണ്ട് ഫോണിനകത്തും ഒരേ കണക്കത്തെ പോർട്രേറ്റ് എഫക്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനകത്തും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് iPhone 12 മിനിക്ക് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്കകത്ത് ഈ ബാക്ക് ക്യാമറയ്ക്കകത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജ് iPhone 12 മിനിക്കുണ്ട്. അതേ കണക്ക് തന്നെ അഡ്വാൻറ്റേജ് വരുന്നുണ്ട് വീഡിയോ എടുക്കുന്ന സമയത്തും. ഈ രണ്ട് ഫോണിൻ്റെയും ബാക്ക് ക്യാമറ വെച്ച് നമുക്ക് 4K 60 FPS വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് 12 മിനി കിട്ടുന്ന അഡ്വാൻറ്റേജ് രണ്ടെണ്ണമാണ്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് 4K 30 FPS വരെ, അതായത് നമുക്ക് 30 FPSലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ HDR വീഡിയോ എടുക്കാൻ പറ്റും. 10-bit Dolby Vision HDR വീഡിയോ എടുക്കാൻ പറ്റും. അത് നമുക്ക് 12 മിനിക്കകത്ത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല നമ്മളിപ്പോൾ 4K 60 FPSൽ എടുക്കുകയാണെങ്കിൽ പോലും എക്സ്റ്റൻഡ് ഡൈനാമിക് റേഞ്ച് കിട്ടുന്നത് നമുക്ക് iPhone 12 മിനിക്കകത്ത് മാത്രമാണ്. iPhone SEക്കകത്ത് 4K 30 FPS വരെ ഉള്ളൂ എക്സ്റ്റൻഡ് ഡൈനാമിക് റേഞ്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ക്വാളിറ്റിക്കകത്ത് ഒരു വ്യത്യാസം അറിയാൻ പറ്റും. പക്ഷേ നമുക്ക് സ്റ്റെബിലൈസേഷനകത്തൊന്നും അങ്ങനെ വലിയ കുഴപ്പമില്ല, രണ്ടിനകത്ത് നല്ലോണം തന്നെയാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ SEയുടെ ക്യാമറ മോശമൊന്നുമല്ല. iPhone SE സെക്കൻഡ് ജനറേഷൻ്റെ ക്യാമറ അതിൻ്റെ പ്രൈസിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ക്യാമറ തന്നെയാണ്, പ്രത്യേകിച്ചും വീഡിയോയ്ക്ക്. പക്ഷേ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മികച്ച് നിൽക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് iPhone 12 മിനി തന്നെയാണ്. അത് ഫ്രണ്ട് ക്യാമറയിലും അങ്ങനെ തന്നെയാണ്. കാരണം ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും സ്പെസിഫിക്കേഷനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഫ്രണ്ട് ക്യാമറ എടുക്കാൻ നേരത്ത് iPhone SEക്കകത്ത് നമുക്ക് കിട്ടുന്ന ക്യാമറ എന്ന് പറയുന്നത് ഒരു 7 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. പക്ഷേ നമുക്ക് iPhone 12 മിനിയിൽ വരുന്നത് ഒരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത് മാത്രമല്ല പ്രോസസ്സിംഗ് നോക്കാൻ നേരത്ത് തന്നെ സ്മാർട്ട് HDR 3 ആണ് 12 മിനിയിൽ കിട്ടുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ ഫ്രണ്ട് ക്യാമറ iPhone 12 മിനിൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് നൈറ്റ് മോഡ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അത് കൂടാതെ തന്നെ നമുക്ക് ഡീപ് ഫ്യൂഷൻ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നമുക്ക് iPhone SE സെക്കൻഡ് ജനറേഷൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഇല്ല. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്തായപ്പോലും iPhone
iPhone 12 mini നമുക്ക് 4K 60 FPS ഒരു വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ നമുക്ക് HDR വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് 30 FPS വരെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ iPhone SE സെക്കൻഡ് ജനറേഷൻ്റെ ഫ്രണ്ട് ക്യാമറ കിട്ടുന്നില്ല. നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ 1080p ആണ്, 30 FPS വരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ക്വാളിറ്റി വ്യത്യാസം നല്ലോണം അറിയാൻ പറ്റും ഈ രണ്ട് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസിങ്ങിനകത്തുള്ള ഒരു വ്യത്യാസം നമുക്ക് ഈ ക്യാമറയ്ക്കകത്ത് നല്ലോണം എടുത്തറിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ഹാർഡ്വെയർ മാറ്റം മാത്രമല്ല, അത് കൂടാതെ തന്നെ പ്രൊസറിൻ്റെ ഒരു കാര്യം കൂടിയാണ്. പക്ഷേ പ്രൊസറിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ടിലും വന്നിരിക്കുന്ന പ്രൊസറിനകത്ത് മാറ്റങ്ങളുണ്ട്. അത് നമ്മുടെ iPhone SE സെക്കൻഡ് ജനറേഷനകത്ത് വരുന്ന പ്രൊസർ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ A13 ബയോണിക് ചിപ്പാണ്. പക്ഷേ നമ്മുടെ iPhone 12 മിനിയിൽ കിട്ടുന്നത് A14 ബയോണിക് ചിപ്പാണ്. അതായത് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഈ പ്രൊസസ്സിനകത്ത് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ റാം എടുക്കുകയാണെങ്കിൽ iPhone SE സെക്കൻഡ് ജനറേഷനകത്ത് 3GB റാമും iPhone 12 മിനിക്കകത്ത് 4GB റാമുമാണ് വരുന്നത്. പക്ഷേ എന്നാലും നമുക്കങ്ങനെ പെർഫോമൻസിനകത്ത് അങ്ങനെ വ്യത്യാസങ്ങളൊന്നും അധികം കാണാൻ പറ്റത്തില്ല. ഇത് രണ്ടും നല്ലോണം പെർഫോം ചെയ്യുന്ന ഫോൺസാണ്. അതും ആപ്സ് ഒക്കെ ഓപ്പൺ ആവുന്ന സ്പീഡ്, അതുപോലെ തന്നെ സ്ക്രോളിങ്ങും കാര്യങ്ങളും എല്ലാം രണ്ടിനകത്തും ഒരേ കണക്ക് തന്നെയാണ് വരുന്നത്. അതായത് അതിനകത്തൊരു വ്യത്യാസമില്ല, അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ പോലും അങ്ങനെ പെർഫോമൻസ് ഇഷ്യൂസ് ഒന്നും ഈ iPhone SE സെക്കൻഡ് ജനറേഷനകത്ത് ഇല്ല. നമുക്ക് ചൂടാവുന്ന കാര്യമുണ്ട്. അതായത് നമുക്ക് ഈ ഫോൺ ഒരുപാട് നേരം ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് ഫോണാണ് കൂടുതൽ ചൂടാവുന്ന നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതെനിക്ക് iPhone 12 മിനിയാണ് തോന്നിയത്. iPhone SE സെക്കൻഡ് ജനറേഷൻ അത്രയ്ക്ക് ചൂടാവുന്നതായിട്ട് തോന്നിയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ iPhone 12 മിനിക്കകത്ത് ഒരുപാട് പവർഫുൾ ആയ ഒരു പ്രൊസറാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻറ്റൻസ് ആയ ടാസ്ക് കൊടുക്കാൻ നേരത്ത് അതിന് പ്രശ്നങ്ങളൊന്നും വരത്തില്ല, അതെല്ലാം നല്ലോണം വർക്ക് ആവും. പക്ഷേ പെട്ടെന്ന് ചൂടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഈ രണ്ട് ഫോണിലും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രൈസ് ക്യാപ്പിനകത്ത് ഒരു പ്രശ്നമാണ്. കാര്യം വില കൂടിയ ഫോൺ എന്ന് പറഞ്ഞാൽ iPhone 12 മിനിയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് iPhone 12 മിനിക്കകത്ത് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പെർഫോമൻസിനകത്ത് ഇപ്പോഴും എടുത്ത് പറയുന്നുണ്ട്, ഇപ്പം ഈ രണ്ട് ഫോണിനകത്തും ഏതാണ്ട് ഒരേ കണക്കത്തെ പെർഫോമൻസാണ്. പെർഫോമൻസിനകത്ത് അങ്ങനെ വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ടിനകത്ത് iPhone 12 മിനിക്ക് ഒരു വർഷത്തെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അതൊരു പുതിയ പ്രൊസറായതുകൊണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ആപ്പിളിൻ്റെ iPhone SE സെക്കൻഡ് ജനറേഷൻ എടുക്കുകയാണെങ്കിൽ പോലും അതിന് ഇനിയും ഒരു 4 വർഷമൊക്കെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്തായാലും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ കാര്യമായിട്ട് എടുത്ത് പറയേണ്ട കാര്യമല്ല. പക്ഷേ ഇവിടെ ആപ്പിൾ ഭയങ്കര മാർക്കറ്റിംഗ് ഹൈപ്പായിട്ട് കൊടുക്കുന്ന ഒരു കാര്യം ഈ iPhone 12 മിനിയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 5G സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5G സപ്പോർട്ട് കിട്ടിയൊരു ഫോൺ എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് നിൽക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇന്ത്യയിൽ 5G വന്നിട്ടില്ല. അത് ഇനി 5G വരാൻ എത്ര നാളെടുക്കും നമുക്ക് ഉറപ്പില്ല. അപ്പോൾ 5G വന്ന് ഒരു പ്രോപ്പറായ ഒരു സെറ്റിംഗ് ഒക്കെ വരാൻ എന്തായാലും സമയം എടുക്കാം. അപ്പോൾ അതൊരു 2 വർഷം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 12 മിനി ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആ 2 വർഷം കഴിയുമ്പം ബാറ്ററിക്കകത്ത് ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 5G എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു കാര്യമാണെങ്കിൽ പോലും ഈ 12 മിനിക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജും കൂടിയാണ്. കാരണം നമുക്ക് iPhone SE സെക്കൻഡ് ജനറേഷനകത്ത് 5G സപ്പോർട്ടില്ല, 4G അല്ലെങ്കിൽ LTE വരെ ഉള്ളൂ. പക്ഷേ നമുക്കിവിടെ iPhone 12 മിനി ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ അതിനകത്ത് 5G ഉണ്ടെങ്കിലും മില്ലിമീറ്റർ വേവ് 5G ഇല്ല, സബ് 6 5G മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നല്ലോണം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ പറയുന്നുണ്ട്, ബാറ്ററി നിങ്ങൾ ശ്രദ്ധിച്ചോണം. കാരണം ബാറ്ററിയുടെ കാര്യത്തിനകത്ത് നമുക്ക് പോകാം. കാരണം ബാറ്ററിയിലേക്ക് വരാൻ നേരത്ത് ഈ രണ്ട് ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ചെറുതാണ്. പക്ഷേ അതിൽ തന്നെ കുറച്ചും കൂടെ വലിയ ബാറ്ററി വന്നേക്കുന്നത് iPhone 12 മിനിക്കകത്താണ്. അതും ബെറ്ററായ ബാറ്ററി ബാക്കപ്പും കിട്ടുന്നത് iPhone 12 മിനിയിലാണ്. അതാണ് iPhone SEയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. അതായത് iPhone SE ഇപ്പോൾ എടുത്താൽ പോലും അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വളരെ മോശമാണ്. ഒരു 4 മണിക്കൂറൊക്കെയാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടാൻ സാധ്യത. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇപ്പം ഒരു ആവറേജ് യൂസർ ആണെങ്കിൽ പോലും 2 വട്ടം ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ iPhone 12 മിനി നോക്കുവാണെങ്കിൽ iPhone SEയെക്കാട്ടിയും കുറച്ചും കൂടെ മികച്ച ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഒരു 5 മണിക്കൂറിനും 5.5 മണിക്കൂറിനും ഇടയ്ക്ക് നമുക്ക് സ്ക്രീൻ ഓൺ ടൈം വരും നമ്മൾ iPhone SEക്ക് ആ 4 മണിക്കൂർ കിട്ടുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബാറ്ററി ബാക്കപ്പിൻ്റെ വ്യത്യാസം നമുക്ക് നല്ലോണം കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ് iPhone 12 മിനിയിൽ. കാരണം iPhone SE എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫോണായിരുന്നു ഞാൻ പണ്ടെടുത്ത് റിവ്യൂ ചെയ്ത സമയത്ത്. പക്ഷേ എനിക്ക് അതിനകത്ത് വന്നൊരു മോശമായ കാര്യമായിട്ട് തോന്നിയതും ഈ ബാറ്ററി ബാക്കപ്പ് ആയിരുന്നു. അത് ഞാൻ അന്ന് ആഗ്രഹിച്ച കാര്യം ഇത് തന്നെയാണ്. iPhone 12 മിനി കണക്കത്തെ ബാറ്ററി ബാക്കപ്പ് iPhone SE കിട്ടിയിരുന്നെങ്കിൽ അത് നല്ലൊരു ഫോൺ ആയതാണ്. അപ്പോൾ iPhone SE സെക്കൻഡ് ജനറേഷൻ്റെ ബാറ്ററി ബാക്കപ്പിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചെറിയ ഫോൺ ആകുമ്പോഴത്തേക്കും ബാറ്ററി ബാക്കപ്പ് കുറയേണ്ടതാണ്. പക്ഷേ ഇവിടെ ഈ രണ്ട് കമ്പാരിസൺ നോക്കാൻ നേരത്ത് തന്നെ iPhone 12 മിനിക്ക് കുറച്ചും കൂടെ മികച്ച ബാറ്ററി ബാക്കപ്പാണ് iPhone SEയെക്കാട്ടി കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം iPhone SEയുടെ ബാറ്ററി ബാക്കപ്പ് മോശമായതും iPhone 12 മിനിയുടെ ബാറ്ററി ബാക്കപ്പ് ഇത്ര നല്ലതായതുകൊണ്ട് തന്നെ iPhone 12 മിനി നമുക്ക് ഒരു ദിവസമൊക്കെ നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോൺ നല്ല. നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഒരു ദിവസം എന്തായാലും 2 വട്ടം ചാർജ് ചെയ്യേണ്ട ഒരു ഫോൺ തന്നെയാണ് ഈ iPhone 12 മിനി. അത് ബാറ്ററിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 5Gയുടെ കാര്യത്തിനകത്ത് തന്നെ ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് എന്നൊരു കാര്യമുണ്ട് ഐഫോൺസിനകത്ത്. അത് എല്ലാ ഫോൺസിനും ഉള്ളതാണ്. അപ്പോൾ ഐഫോൺസിനകത്ത് തന്നെ ആ ഒരു ഹെൽത്ത് കാണിക്കും, ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 80% താഴേക്ക് പോവുകയാണെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട ഒരു സമയം മാറും. അത് ആപ്പിൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പുതിയ ഐഫോൺ എടുത്ത് 2 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ബാറ്ററി ഹെൽത്ത് 80ക്ക് താഴെ പോകാൻ സാധ്യത ഉണ്ടെന്നാണ്. അതായത് ബാറ്ററി മാറ്റേണ്ട സമയമാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്തെ തന്നെ നിങ്ങൾ iPhone 12 മിനി 5G ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് പ്രോപ്പറായിട്ട് 5G വരുന്നതെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും ഫോണിൻ്റെ ബാറ്ററിക്കകത്ത് കംപ്ലയിൻറ്റ് വരാൻ സാധ്യത വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 5G എന്ന് പറയുന്ന കാര്യം നോക്കി ഈ രണ്ട് ഫോൺസിൽ നിന്നൊരു ഡിസിഷൻ എടുക്കരുത്. അതെന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്കുള്ള കാര്യമാണ്. അപ്പോൾ അത് വന്നതിന് ശേഷം മാത്രം നമുക്ക് പറയാൻ പറ്റും. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ നേരത്ത് ഈ രണ്ട് ഫോണിൻ്റെയും IP റേറ്റിംഗ് നോക്കുവാണെങ്കിൽ iPhone 12 മിനിക്ക് IP68 റേറ്റിംഗ് ആണ് വരുന്നത്. iPhone SE സെക്കൻഡ് ജനറേഷന് IP67 റേറ്റിംഗ് ആണ്. ഇത് വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ആണ്. അത് നമുക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. iPhone 12 മിനിൻ്റെ നല്ലോണം മികച്ച വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ആണ് iPhone SE സെക്കൻഡ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ ബ്ലൂടൂത്ത് വേർഷൻ നോക്കാൻ നേരത്ത് രണ്ടിനകത്തും Bluetooth 5 ആണ് വരുന്നത്. അതും രണ്ടിനകത്തും Wi-Fi വേർഷൻ ഒരേ കണക്കാണ്, Wi-Fi 6 ആണ്. അത് കൂടാതെ രണ്ട് ഫോണിനകത്തും NFC സപ്പോർട്ട് ഉണ്ട്. പക്ഷേ നമുക്ക്
ഐഫോൺ 12 മിനിക്കകത്ത് അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് കിട്ടുന്നുണ്ട്. അത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷനിൽ വരുന്നില്ല. നമ്മൾ പറയാതെ രണ്ട് കാര്യങ്ങളിനകത്ത് ഒന്നെന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേക്കകത്ത് നിങ്ങൾക്ക് റിഫ്രഷ് റേറ്റിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ ഐഫോൺ 12 മിനിൻ്റെ റിഫ്രഷ് റേറ്റ് നോക്കാൻ നേരത്ത് ഐഫോൺ 12 മിനിക്ക് ഒരു കൂടിയ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. രണ്ടിനും 60 ഹെർട്സ് പാനൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ 12 മിനിക്കകത്ത് ചാർജിങ് എടുക്കാൻ നേരത്ത് നമുക്ക് മാക്സേഫ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതായത് ആപ്പിളിൻ്റെ പുതിയൊരു ടെക്നോളജിയാണ് നമ്മുടെ ഫോണിൻ്റെ ബാക്കിനകത്ത് മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ട് മാക്സേഫ് ചാർജർ വെച്ച് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയ ഒരു വയർലെസ് ചാർജിങ്. നമുക്ക് ഐഫോൺ SE സെക്കൻഡ് ജനറേഷനിൽ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, പക്ഷേ മാക്സേഫ് ചാർജിങ് ഇല്ല. പിന്നെ അത് മാത്രമല്ല രണ്ട് ഫോണിനകത്തും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ വേറെ കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫോണും പുതിയതായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് രണ്ടിൻ്റെയും കൂടെ ചാർജിങ് ബ്രിക്ക് കിട്ടത്തില്ല. അത് നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു കാര്യമാണ്. അതിനൊക്കെ ഈ രണ്ട് ഫോണിനകത്തും ഡ്യുവൽ സിം സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ രണ്ട് ഫോണിനകത്തും രണ്ട് സിം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഈ രണ്ട് ഫോണിനകത്തും ഒരു സിം എന്ന് പറയുന്നത് ഈ സിം ആയിരിക്കണം, അതായത് എംബഡഡ് സിം ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ സിം എന്ന് പറയാൻ പറ്റും. പിന്നെ അടുത്തെന്ന് പറയുന്നത് നാനോ സിം ആണ് ഇടാൻ പറ്റുന്നത്. അതായത് നമുക്ക് സിം സ്ലോട്ടായിട്ട് കിട്ടുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ട് ഫോൺ തമ്മിലുള്ള കമ്പാരിസൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് ഈ ഒരു പ്രൈസ് ഗ്യാപ്പിന് ഈ ഐഫോൺ 12 മിനി എന്ന് പറയുന്നത് ഒരു പ്രീമിയം ഫോണാണോ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനായിട്ട് നമുക്ക് കരുതാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോം ഫാക്ടറിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഫോൺ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഇത്രയും നല്ല പെർഫോമൻസും ഇത്രയും നല്ല ക്യാമറയൊക്കെ വരുന്ന ഒരു ഫോൺ നമുക്ക് വേറെ എവിടെയും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഫോൺ 12 മിനിക്ക് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഐഫോൺ 12 മിനിയുടെ ഒപ്പം വരുന്നില്ലെങ്കിൽ ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്ന ഫോൺ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ചെറിയ ഫോണിനകത്ത്. പക്ഷേ അതിനകത്തൊരു വലിയ പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി ബാക്കപ്പ് മോശമാണ്. പക്ഷേ നിങ്ങൾ ചെറിയ ഫോൺ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിൽ പ്രൈസിങ് നോക്കാൻ നേരത്തെ ഒരു കോമ്പാക്ട് ഫോണിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രീമിയം പ്രൈസിങ് കണക്ക് വന്നേക്കുന്നത് ഈ ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ്റെ പ്രൈസിംഗ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഫ്ലിപ്കാർട്ടൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ 39,900 എന്നുള്ള പ്രൈസ് ടാഗ് അല്ല, അതിന് പകരം അതിനെക്കാട്ടിയും കുറഞ്ഞ പ്രൈസിങ്ങിന് നമുക്ക് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒന്നും വേണ്ട, നിങ്ങൾ ചെറിയ ഫോണാണ് നോക്കുന്നത്, നിങ്ങൾക്ക് ബാറ്ററി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമല്ലെങ്കിൽ ഈ രണ്ട് ഫോണിൽ നിന്നും പ്രൈസിംഗ് വെച്ച് നോക്കാൻ നേരത്ത് ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരു മികച്ചൊരു ചെറിയ ഫോണാണ് നോക്കുന്നതെങ്കിൽ അതിനകത്ത് എന്തായാലും ഒരു സംശയമില്ല തന്നെ പറയാൻ പറ്റുന്ന ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 12 മിനി തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.